Yes, so guys, once again welcome back. അപ്പോൾ ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4th സെമസ്റ്ററിലെ കോർ ഫിസിക്സിൻ്റെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഓംസ് ലോയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാക്കി സെഷൻസ് നിങ്ങൾക്ക് സ്റ്റഡി ക്ലബ്ബിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ലെക്ചർ നോട്ടുകളും മറ്റ് ബാക്കി ചാപ്റ്ററുകളുടെ അപ്ഡേറ്റുകളും ഇല്ലെങ്കിൽ കോംപ്ലിമെൻ്ററിയുടെ അപ്ഡേറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. അതിലൂടെ നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രീമിയം കോഴ്സുകൾ, അതായത് ഫുൾ ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നിങ്ങളെ 4th സെമസ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഫോർ 499 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എന്തായാലും കമ്മ്യൂണിറ്റിയിലേക്ക് എന്തായാലും ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങളെ വാട്സപ്പിൽ വരുന്ന ഷോർട്ട് നോട്ടുകളും പിന്നെ അതേപോലെ തന്നെ ലെക്ചർ നോട്ടും കംപ്ലീറ്റ് അതിൽ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് ഓംസ് ലോ ആണ്. ഓംസ് ലോ ഓൾറെഡി നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ പരിചയിച്ചിട്ടുള്ളത് V=IR എന്നുള്ള ഒരു രൂപമായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷനും എക്സ്പ്രഷനുമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. വേറൊന്നുമല്ല, ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്നുള്ളതാണ് ഓംസ് ലോയുടെ ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ കറണ്ട് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നത്തിങ് ബട്ട് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. I/Aക്കാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുക. നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? J ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എഫ് എന്ന് എഴുതാൻ പറ്റും. വിച്ച് മീൻസ് J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എഫ് എന്ന് എഴുതാം. ദ സിഗ്മ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കോൺസ്റ്റൻറ്റ്, അതായത് സിഗ്മ എന്ന് പറയുന്നത്. ഇനി സിഗ്മ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? സിഗ്മ ഈസ് നത്തിങ് ബട്ട് സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ ആണ്. റോ എന്താ? റോയിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതായിരിക്കും, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കും. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. എവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു? R = ρ × L/A എന്നുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതാണ്. അതിലുള്ള ഈ റോ തന്നെയാണ് ഇവിടെയുള്ള റോയും, അതായത് എൻ്റെ റെസിസ്റ്റിവിറ്റി. നൗ ഇതാണ് ഇപ്പം നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ ഫോം ഓഫ് ഓംസ് ലോ. ഇനി നമ്മൾ ആ എഫ് കാണാനായിട്ട് പോകുകയാണ്. അതായത് എന്താണ് ഓംസ് ലോയുടെ യഥാർത്ഥ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ, അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു എൻ്റെ J എന്ന് പറയുന്നത് എഫുമായി ബന്ധപ്പെട്ടതാണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. നൗ ഐ ആം കൺസിഡറിങ് എ ചാർജ് Q which is having some velocity v and it is moving through an electric and magnetic field. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നിങ്ങൾക്കറിയാലോ, F will be nothing but Q into E + V × B അല്ലേ? ലോറൻസ് ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതായത് QE എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫോഴ്സും ഉണ്ടാകും, അതേപോലെ തന്നെ Q × V × B എന്ന് പറയുന്ന മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഫോഴ്സും ഉണ്ടാകും. ഈ രണ്ടാളും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ Q × E + V × B കിട്ടും. പക്ഷേ നമുക്കിവിടെ ആവശ്യമുള്ളത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ്. എന്ന് വെച്ചാൽ F/Q ആയിരുന്നു. സോ Q is equal to E + V × B എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. നൗ കൺസിഡറിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് V, ഇത് 10⁻⁴ ടേമിലാണ്. പക്ഷേ ബി വളരെ വലുതാണെന്ന് വെച്ചാൽ ഈ ടേം എനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഐ ക്യാൻ റൈറ്റ് ദ F is equal to nothing but E ആയിരിക്കും. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? F = E ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ആ ഡെറിവേഷൻ എങ്ങനെ മാറുകടാ? എൻ്റെ J is equal to സിഗ്മ ഇൻറ്റു എഫ് എന്ന് പറഞ്ഞതിൻ്റെ ഓംസ് ലോയുടെ ഡെറിവേഷൻ J is equal to സിഗ്മ ഇൻറ്റു E എന്നായി മാറിയില്ലേ? സോ ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ ഓംസ് ലോ. കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് E. ക്ലിയർ ആണല്ലോ? വെരി സിമ്പിൾ ഡെഫിനിഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഫെമിലിയർ എക്സ്പ്രഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഓംസ് ലോയുടെ V = IR എന്നുള്ള ഫോം എന്തായിരുന്നു പഠിച്ചത്? V = I × R ആണ്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതേപോലെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഹാവിങ് സം ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A and my electric charge is moving through this one and length L ആണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു
ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും E. Now what will be my potential? പൊട്ടൻഷ്യൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ വരിക? E ഇൻറ്റു എൽ. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് പേപ്പറിലൊക്കെ പഠിച്ചതാണ്, E ഇൻറ്റു എൽ എന്നുള്ള ഡെഫിനിഷൻ. ഇനി എൻ്റെ കറണ്ടിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി, ജെയുടെ ടേമിലേക്ക് ഞാൻ മാറ്റി എഴുതാം. ജെ ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ജെ ഇസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താം? ജെ ഇൻറ്റു എ എന്ന് എഴുതി കൂടെ. സോ ജെ ഇൻറ്റു എ. വാട്ട് ഈസ് മൈ ആർ? ആർ ഈസ് നത്തിങ് ബട്ട് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. അപ്പോൾ നോക്കടാ, ഞാൻ ഈ എല്ലാ സംഭവങ്ങളും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ടേം ഇവിടെ ഇ ഇൻറ്റു എൽ വരും, ഐക്ക് പകരം ജെ ഇൻറ്റു എ വരും, ആറിന് പകരം റോ എൽ ഡിവൈഡഡ് ബൈ എ എന്നുണ്ടാകും. അപ്പോൾ ആരൊക്കെ വരിക? എ ക്യാൻസൽ ചെയ്തു, എൽ ക്യാൻസൽ ചെയ്തു, ബാക്കി ആരുണ്ടാകുക? ഇ ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു റോ എന്നുണ്ടാകും. വിച്ച് മീൻസ് മൈ റോ ഈസ് നത്തിങ് ബട്ട് 1 ഡിവൈഡഡ് ബൈ സിഗ്മയാണ്. സോ റോ ഇസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ കൊടുത്താൽ എന്ത് വരും? ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്നുള്ള എക്സ്പ്രഷൻ കിട്ടിയില്ലേ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫെമിലിയർ എക്സ്പ്രഷൻ ഫോർ ദ ഓംസ് ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള നമ്മുടെ ഫെമിലിയർ എക്സ്പ്രഷനും ഇപ്പോൾ തൊട്ടു മുന്നേ പഠിച്ചിട്ടുള്ള ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ ഇത് ചോദിക്കുന്നതാണ് ഫെമിലിയർ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങോട്ടോ വൈസ് വേഴ്സ ആയിട്ടോ. സോ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ പവറിനെ കാണാനായിട്ട് പോകുകയാണ്. പവർ ഇൻ ടേംസ് ഓഫ് ജെ ആൻഡ് ഇ. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കറണ്ട് ഡെൻസിറ്റിയും ഇയും വെച്ചിട്ട് നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. വെരി സിമ്പിളാണ്. പവർ എന്ന് വെച്ചാൽ എന്താ? പവറിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് എഫ് വി അല്ലെങ്കിൽ എഫ് ഡോട്ട് വി. ആ എക്സ്പ്രഷനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. നൗ വാട്ട് വിൽ ബി മൈ എഫ്? എഫ് എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡാണ് ക്യൂ ഇൻറ്റു എ. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു അതിലെ വി ക്രോസ് ബി എന്ന് പറഞ്ഞ ടേം പോയി, ഇയുടെ ടേം മാത്രമേ ഉള്ളൂ. സോ ക്യൂ ഇൻറ്റു ഇ ആണ്. നൗ വാട്ട് വിൽ ബി മൈ ക്യൂ? ക്യൂ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഡി ക്യൂ ആണ്. ദാറ്റ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഡി ടോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ദിസ് ഈസ് നത്തിങ് ബട്ട് റോ ഡി ടോ ഇൻറ്റു ഇ എന്ന് എഴുതാനായിട്ട് പറ്റും. Now what will be my expression for power? Power will be equal to rho into d tau into E into V. ഇവിടെ മറ്റൊരു ടേം നിങ്ങൾ കാണുന്നുണ്ടാകും, റോയും വിയും കാണുന്നുണ്ടാവും, വെലോസിറ്റി. അതിനെ ഞാനൊന്ന് കറണ്ട് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് മാറ്റി ചെയ്താണ്. വേറെ ഒന്നുമല്ല, കറണ്ട് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഐ ബൈ എ ആയിരുന്നു. ഐ എന്താ? ഐ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറണ്ടാണ്. ഡി ക്യൂ ബൈ ഡി ടി ആ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു എ എന്ന് എഴുതാം. ദിസ് വിൽ ബി ഈക്വൽ ടു ഡി ക്യൂ എന്താ? നേരത്തെ നമ്മൾ കണ്ടു ഇൻ്റഗ്രൽ റോ ഡി ടി ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ടു ഡി ക്യൂ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡി ടോ. ഡി ടോ എന്ന് വെച്ചാൽ വോളിയം എലമെൻ്റ് ആണ്. വോളിയം എലമെൻ്റ് എങ്ങനെ എഴുതാം? ഏരിയ ഇൻറ്റു ഡി എൽ എന്ന് എഴുതി കൂടെ എഴുതാം. ഏരിയ ഇൻറ്റു ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു എ. സോ ഇവിടെ ഏരിയ ക്യാൻസൽ ചെയ്തു. ഡി എൽ ബൈ ഡി ടി ഇതെന്താ വരിക? വെലോസിറ്റിയാണ് വരിക. സോ റോ ഇൻറ്റു വി എന്ന് പറയുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി. അത് ചെയ്താലും മതി. സോ റോ ഇൻറ്റു വി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ദിസ് ഈസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ, ഇവിടെ റോ ഇൻറ്റു വിക്ക് പകരം ജെ എന്ന് എഴുതാം, ജെ ഇൻറ്റു ഇ ഇൻറ്റു ഡി ടോ എന്ന് എഴുതാനായിട്ട് പറ്റും. നൗ വാട്ട് ഈസ് മൈ ജെ? ജെ നമ്മൾ തൊട്ട് മുന്നേ നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചു. എൻ്റെ ജെ എന്ന് പറയുന്നത് എന്താ? ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു. അങ്ങനെയാണെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ ജെക്ക് പകരം എന്ത് ചെയ്യാം? സിഗ്മ ഇ ഇൻറ്റു ഡി ടോ എന്ന് എഴുതാനായിട്ട് പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ഫൈനലി റെപ്രസെൻറ്റ് ദിസ് ആസ് ഇൻ്റഗ്രൽ സിഗ്മ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ സ്ക്വയർ ഡി ടോ. ദിസ് ഈസ് മൈ പവർ. സോ പവറിൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ എഴുതി. പി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ സ്ക്വയർ ഡി ടോ. ചോദിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് പവർ ഇൻ ടേംസ് ഓഫ് ജെ ആൻഡ് ഇ. ക്ലിയർ ആണല്ലോ? വെരി സിമ്പിൾ. നൗ അടുത്തതായിട്ട് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ, അതായത് ഇ എം എഫിൻ്റെ ഡെഫിനിഷനും മറ്റ് കാര്യങ്ങളും പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇ എം എഫ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് എ സർക്യൂട്ട്. ഞാനിവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തു. നമ്മളൊരു സെല്ല്, ഒരു അപ്ലൈഡ് സംഭവം കൊടുത്തിട്ടുണ്ടാകും. മേ ബി ഒരു റെസിസ്റ്റൻസിലൂടെ എന്തിലൂടെയോ എൻ്റെ കറണ്ട് പോകുന്നുണ്ടാകും. വിച്ച് മീൻസ് സം ഇലക്ട്രോൺ ഈസ് ഫ്ലോയിങ്. Now the force or the work required to move this through this closed loop is called EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതിൽ പേര് ഫോഴ്സ് എന്ന് അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഡയമെൻഷൻ ആക്ച്വലി ഫോഴ്സ് അല്ല, അത് എനർജിയാണ് അതിൻ്റെ ഡയമെൻഷൻ വരിക. അതായത് EMF ഈസ് ഡിഫൈൻഡ് ആസ് ദ
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ആണ്. ഇത് ഓർത്തിരിക്കുക, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ. അതായത് ഇതിനാവശ്യമായിട്ട് ഇവിടെ എത്താൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് ആക്ച്വലി എന്ത് EMF എന്ന് പറയുന്നത്. ഇനി EMFൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. V=IR ആയിരിക്കും. ഇവിടെ എത്ര വോൾട്ടേജ് ആണോ കൊടുക്കുന്നത് അതാണ് സാധാരണ സർക്യൂട്ടിൽ EMF ആയിട്ട് വരിക. അതിലേക്കാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് എന്തറിയണം, എൻ്റെ ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ അറിയണം. എൻ്റെ ഫോഴ്സ് = എന്താണെന്ന് ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. F = E എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല J = σE ആണ്. അപ്പോൾ ഇക്ക് പകരം എന്ത് ചെയ്യാം, J/σ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ J/σ ഇൻറ്റു DL എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടോ? J/σ DL. നൗ വാട്ട് ഈസ് മൈ J? J എന്ന് പറഞ്ഞാൽ എൻ്റെ കറണ്ട് ഡെൻസിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട് I/A ആണ്. അപ്പോൾ I/Aയും കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ I/A ഇൻറ്റു σ ഇൻറ്റു DL എന്ന് വരും. നൗ വാട്ട് വിൽ ബി മൈ DL? EMF ഈസ് ഈക്വൽ ടു I/A ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DL. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ DL എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്. സോ മൈ I ഇസ് ഈക്വൽ ടു A ഇൻറ്റു σ ഇൻറ്റു L എന്ന് കിട്ടും ടോട്ടൽ ലെങ്ത്. ഇനി എന്താ സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/ρ. റോ എന്തായിരുന്നു? റോ ഈസ് നത്തിങ് ബട്ട് R ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണ്. സോ R ഇൻറ്റു L/A എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോറി, R ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണ്. സോ RA/L എന്ന് കിട്ടും അല്ലേ? സോ ദിസ് ഈസ് നത്തിങ് ബട്ട് RA/L എന്നുണ്ടാകും റോക്ക് പകരം. സോ ഇവിടെ എനിക്ക് എന്ത് ചെയ്താം, ദിസ് ഈസ് നത്തിങ് ബട്ട് I/A ഇൻറ്റു L ഇൻറ്റു 1/σ. 1/σ എന്താണ്? 1/σ റോയാണ്. അപ്പോൾ റോക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം, R ഇൻറ്റു A/L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L ക്യാൻസൽ ചെയ്തു, A ക്യാൻസൽ ചെയ്തു. V ഇസ് ഈക്വൽ ടു I ഇൻറ്റു R. ദിസ് ഈസ് ദ അപ്ലൈഡ് വോൾട്ടേജ്. സോ EMFനുള്ള എക്സ്പ്രഷൻ കിട്ടിയല്ലോ. സോ ദിസ് ഈസ് ദ EMF. ഇനി നമ്മൾ മറ്റൊരു സംഭവം, അതായത് മോഷണൽ EMF എന്താണെന്നുള്ളത് പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ മോഷണൽ EMF ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ കണ്ടു ആ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ദ ഡ്രൈവിംഗ് ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് EMF ഈസ് പ്യുവർലി മാഗ്നറ്റിക് ആൻഡ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫോഴ്സ് അറൗണ്ട് ദ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഗിവൺ ദ മോഷണൽ EMF. നമ്മളിപ്പോൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, വേറൊന്നുമല്ല. ഇവിടെ EMFിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റഗ്രൽ F മാഗ്നറ്റിക് ഫോഴ്സ് ഡോട്ട് DL ആണെങ്കിലാണ് മോഷണൽ EMF. അതായത് വേറൊന്നുമല്ല, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ചാർജ് അല്ലെങ്കിൽ എൻ്റെ കറണ്ട് കടത്തി വിടുന്നുണ്ട്. അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സാണ് ബേസിക്കലി മോഷണൽ EMF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. വേറൊന്നുമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ഡ്രൈവിംഗ് ഫോഴ്സ്, ദാറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫോഴ്സ്. FB എന്താ, Q ഇൻറ്റു V ക്രോസ് B. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ V ക്രോസ് B എന്ന് പറഞ്ഞ് ആ ടേം വരുന്ന സമയത്താണ് ഇത് എന്തായി മാറുന്നത്, മോഷണൽ EMF ആയി മാറുന്നത് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇതാണ് ഡെഫിനിഷൻ. നമ്മൾ അതിൻ്റെ ഡെറിവേഷനിലേക്കാണ് കടക്കുന്നത്, എക്സ്പ്രഷൻ ഫോർ ദ മോഷണൽ EMF. അപ്പോൾ ഇനി നമ്മൾ മോഷണൽ EMFൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. Now we will be having a rod having some length L എന്ന് പറയുന്ന ഒരു റോഡ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് മൂവിങ് വിത്ത് സം വെലോസിറ്റി V. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഷണൽ EMFൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. EMF വിൽ ബി ഈസ് ഈക്വൽ ടു B ഇൻറ്റു L ഇൻറ്റു V. ഇത് നമ്മളെ ഫ്ലെക്സും പിന്നെ അതേപോലെ തന്നെ ലെൻസസ് ലോയും ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഡെറിവേഷനിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ E ഈസ് ഈക്വൽ ടു B ഇൻറ്റു L ഇൻറ്റു V എന്നുള്ള ഇക്വേഷൻ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. ഇനി നമ്മളതിലെ ക്വസ്റ്റ്യൻസ് 2-3 ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷനാണ് ഇത്. സിമ്പിൾ വൺ ആണ്, അടുത്തത് ഡെറിവേഷനുമാണ്. സോ ഹിയർ എ സിലിണ്ട്രിക്കൽ വയർ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ A ആൻഡ് ലെങ്ത് L ഈസ് മെയ്ഡ് ഓഫ് എ മെറ്റീരിയൽ വിത്ത് conductivity sigma. If the potential difference between the end is V, what current flow and assume the constant potential over the each end and the electric field is uniform. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമുക്ക് കറണ്ട് കാണണം. അപ്പോൾ കറണ്ട് കാണണമെങ്കിൽ വേറെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. കറണ്ട് എന്ന് വെച്ചാൽ എന്താ, I is equal to J into A ആണ്. കാരണം J is equal to I/A ആണ്. സോ J into A ആണ്. This is equal to J എന്താ, J നേരത്തെ നമ്മൾ കണ്ടു സിഗ്മ ഇൻറ്റു E ആണ്. സോ സിഗ്മ ഇൻറ്റു E ഇൻറ്റു A എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ കറണ്ടിൻ്റെ ഡെഫിനിഷൻ, സിഗ്മ ഇൻറ്റു E ഇൻറ്റു A. ഇനി ഞാൻ E കാണാൻ പോവാണ്. E എന്താ,
ഇ ഈസ് ഈക്വൽ ടു വി ബൈ എൽ ആണ്. കാരണം വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എൽ നേരത്തെ പഠിച്ചതാ. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ ഇൻറ്റു എ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എൽ എന്നുള്ള ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് എൻ്റെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. സോ നമ്മളോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് സിഗ്മ എ ആൻഡ് എൽ മാത്രമാണ്. സോ അതുകൊണ്ട് ആ ടേമിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ കണ്ടു വെച്ചു എന്ന് മാത്രം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ, വെരി സിമ്പിൾ. നമ്മളൊരു ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കിത് ചിലപ്പോൾ ആവശ്യം ഉണ്ടാകും, അതായത് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിയർ വി ഹാവ് എ two cylindrical radius A and B are separated by a material of conductivity sigma. See the figure. If they are maintained at a potential difference V, what current flow from the two other one end to the other and the length also calculate the resistance. അതായത് ലെങ്ത്തിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളതും പിന്നെ റെസിസ്റ്റൻസും ആണ് കാണേണ്ടത്. സോ ഓഫ് കോഴ്സ് ഐ ഈസ് ഈക്വൽ ടു എന്താണ്, വി ബൈ ആർ ആണ്. അങ്ങനെ വെച്ച് എനിക്ക് എൻ്റെ കറണ്ട് കാണാൻ പറ്റും. അതേപോലെ റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ ടേമുകളൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ ആദ്യം എനിക്ക് എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ കറണ്ട് കാണണം. കറണ്ട് കാണുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടു ഐ ഈസ് നത്തിങ് ബട്ട് ഐ ഈസ് ഈക്വൽ ടു എന്താടാ, നേരത്തെ നമ്മൾ കണ്ടതാണ് കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു എ ആണ്. നൗ വാട്ട് ഈസ് മൈ ജെ? ജെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ജെ ഈസ് നത്തിങ് ബട്ട് സിഗ്മ ഇൻറ്റു ഇ ആണ്. സോ സിഗ്മ ഇൻറ്റു ഇ ഇൻറ്റു എ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ എനിക്കുള്ള എക്സ്പ്രഷൻ. ഇനി വാട്ട് ഈസ് മൈ ഇ ഡോട്ട് എ? ഇ ഇൻറ്റു എ അത് ഫ്ലെക്സ് അല്ലേ? ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്, അല്ലെങ്കിൽ ഇ എ ആണ്. അത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇതിൻ്റെ മുന്നേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പഠിച്ചതായിരിക്കും. സോ ദിസ് ഈസ് മൈ ഫ്ലെക്സ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൻ പറ്റും? ദിസ് ഈസ് സിഗ്മ ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0. നൗ വാട്ട് ഈസ് മൈ ക്യൂ എൻക്ലോസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ചാർജ് ഡെൻസിറ്റി? ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ചാർജ് ഡെൻസിറ്റി ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആസ് ലാംഡ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ലാംഡ എന്ത് വരും? അല്ല, ക്യൂ എന്ത് വരും? ക്യൂ ഈസ് നത്തിങ് ബട്ട് ലാംഡ ഇൻറ്റു എൽ എന്ന് എഴുതാം. സോ മൈ ഐ വിൽ ബി ഈക്വൽ ടു what? I will be equal to sigma into ക്യൂ എൻക്ലോസ്ഡിന് പകരം ലാംഡ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാൻ പറ്റും. സോ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ലാംഡ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇതാണ് എൻ്റെ ഐയുടെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ കാണണം, വി കാണണം. വി ഈസ് നത്തിങ് ബട്ട് മൈനസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ബേസിക് ഡെഫിനിഷനാണ്. ഇത് എവിടെ മുതൽ എവിടെ വരിക? ഈ ടേമിലല്ലേ, ഇവിടെ അല്ലേ നമുക്ക് ആവശ്യമുള്ളത്. സോ ഐ ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഫ്രം എ ടു ബി. സോ ഇൻറ്റഗ്രൽ ഫ്രം എ ടു ബി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് കണ്ടു വെച്ചിട്ടുണ്ടാകും. എനിവേ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് പോയിന്റ്? ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താ? അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, സിലിണ്ടറാണ്. ഗോസസ് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് നേരെ ഇൻ ടേംസ് ഓഫ് ലാംഡ കിട്ടും. എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡിറൈവ് ചെയ്ത ഭാഗം നോക്കാം. ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 ആർ എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. 2π എപ്സിലോൺ 0 ആർ ഇൻറ്റു ഡി എൽ എന്നുണ്ടാകും. ഡി എല്ലിന് പകരം ഇവിടെ എന്താണ്? ഇവിടെ ഡി ആർ ആണ്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഡി ആർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ഡി എൽ ഇസ് ഈക്വൽ ടു ഡി ആർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് എ ടു ബി എന്താ വരിക? ദിസ് വിൽ ബി ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 കോമൺ ആണ്. ഇൻറ്റഗ്രൽ 1/r dr അതെന്ത് വരും? ln r വരും. ഫ്രം അപ്പോൺ ദ ലിമിറ്റ് എ ടു ബി. ഞാൻ അതിന് ലിമിറ്റ് മാറ്റാണ്, ബി ടു എ ആക്കാണ്. അപ്പോൾ എന്ത് വരും? ln ഇൻറ്റു ബി ബൈ എ എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ലാംഡ ഡിവൈഡ് ബൈ 2π എപ്സിലോൺ 0 ഇൻറ്റു ഇവിടെ ഒരു ആർ ഉണ്ട് അല്ലേ, 2π എപ്സിലോൺ 0 ഇൻറ്റു ആർ ഇൻറ്റു ln ബി ബൈ എ എന്ന് എനിക്ക് എൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. സോറി, ഇവിടെ ആർ ഇല്ല, ഓൾറെഡി ഞാനിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ ഒഴിവാക്കി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2π ലാംഡ ഡിവൈഡ് ബൈ 2π എപ്സിലോൺ 0 ഇൻറ്റു ln ബി ബൈ എ. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, ഇനി എനിക്ക് എന്താ കാണേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ്. ആദ്യം എനിക്ക് എന്താ കാണേണ്ടത്? ഞാൻ ഈ ഇക്വേഷനെ കമ്പയർ ചെയ്താണ്, എന്നിട്ട് ഞാൻ ഐ കാണാനായിട്ട് പോകുകയാണ്. സോ ഫ്രം ദിസ് ടു എക്സ്പ്രഷൻസ്, ഇതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. മേ ബി ഐ എം ജസ്റ്റ് ടേക്കിംഗ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ആസ് ദ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, അതേപോലെ തന്നെ 2 ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഐ ആം ജസ്റ്റ് ഫൈൻഡിങ് ഐ ഡിവൈഡഡ് ബൈ വി. എന്താ വരിക? ഐ എത്രയാണ്? ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ലാംഡ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഇവിടെ എത്ര കിട്ടിയിട്ടുള്ളത്? ലാംഡ ഇൻറ്റു ln ബി ബൈ എ ഡിവൈഡഡ് ബൈ എത്രയുണ്ട്? 2π ബൈ എപ്സിലോൺ 0 എന്നുണ്ട്.
സോ അതെന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി മുകളിൽ പോയിട്ട് ഇൻറ്റു 2πε0 എന്നാകും. സോ ε0 ക്യാൻസൽ, ലാംഡ ക്യാൻസൽ, ബാക്കി എന്താ ഉണ്ടാകുക, I ഡിവൈഡഡ് ബൈ V ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു സിഗ്മ ഇൻറ്റു L ഇൻറ്റു ഡിവൈഡഡ് ബൈ ln B/A എന്നുണ്ടാകും. ln B/A. ദിസ് ഈസ് മൈ I/V. ഇനി എന്താ കാണേണ്ടത്, ആക്ച്വലി മൈ I ഇസ് ഈക്വൽ ടു കറണ്ടാണ് നമ്മളോട് ചോദിച്ചത്. സോ 2π സിഗ്മ L ഇൻറ്റു V ഡിവൈഡഡ് ബൈ ln B/A. എങ്ങനെ കിട്ടി, വെരി സിമ്പിൾ ഡെറിവേഷൻ. ക്ലിയർ അല്ലേടാ, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് സംഭവം ചെയ്തത്, വേറൊന്നും ചെയ്തിട്ടില്ല. സാധാരണ I ഇസ് ഈക്വൽ ടു J ഇൻറ്റു A എഴുതി, അതിൽ നിന്ന് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സംഭവം എഴുതി. ഇതിലാകെ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ ഇതേക്കും ചിലപ്പോൾ അറിയാത്തത് ഉണ്ടാകുക, പക്ഷേ അതെന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പാർട്ട് 1 ഡിസ്കസ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അത് അറിയില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അത് ഓർത്തിരിക്കുക. ഒരു സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഔട്ട് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലാംഡ ഡിവൈഡ് ബൈ 2πε0 ഡിവൈഡ് ഇൻറ്റു R ആണ്. എനിവേ, സോ ദിസ് ഈസ് മൈ I. ഇനി നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താ, R ആണ്. R എന്താ, ആക്ച്വലി R ഈസ് നത്തിങ് ബട്ട് V/I ആണ്. സോ ഞാൻ ഈ എക്സ്പ്രഷന് V/I കാണുകയാണെങ്കിൽ എന്താ വരിക, ദിസ് വിൽ ബി ഈക്വൽ ടു ln B/A ഡിവൈഡഡ് ബൈ ln B/A ഡിവൈഡ് ബൈ 2π സിഗ്മ ഇൻറ്റു L എന്ന് കിട്ടൂലേ. സോ ഇതാണ് എൻ്റെ R. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ വെരി സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ആദ്യ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലെക്ചർ നോട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ നേരെ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. 100% ആയിക്കൊണ്ട് നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും തയ്യാറാണ്. എന്തായാലും നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ താഴെ കമൻറ്റിലും അറിയിക്കുക. ഈ ഫുൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ ആയി കാണാം. സോ ബൈ.